വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് സെറ്റ് ഓഫ് ഡിഷസ് ആണ്. അതായത് നമ്മളൊരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡിഷസ്. ആദ്യം ഒരു പോർക്ക് റിബ്സിൻ്റെ വീഡിയോയാണ്. ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിരിക്കുന്ന റിബ്സ് ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ മെംബ്രെയിൻ ഒന്നിങ്ങനെ ഇങ്ങനെ വലിച്ചു കളയാവേ. കുറച്ച് ഈസി ആയിട്ട് തന്നെ പോരുന്ന ഒരിതാണ് ഈ മെംബ്രെയിൻ. ഇതിന് നമുക്കൊരു ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു മാരിനേഡ് റെഡിയാക്കാം. സോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഗോചുചാങ് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓഫ് ഗോചുചാങ് എടുത്ത്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഓഫ് സ്മോക്ക് പപ്രിക്ക പൗഡർ, സോൾട്ട്, 1 ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡർ, 1/2 lemon. You can mix this paste really well. Okay, നമ്മുടെ ഈ മാരിനേഡ് ഇനി നമുക്ക് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം അടുത്ത സൈഡിലും തേച്ച് പിടിപ്പിക്കാം. നമ്മളൊരു 1/2 hour എങ്കിലും മിനിമം ഈ പോർക്ക് റിബ്സ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ബേക്കിംഗ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അവനിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാവ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. സോ അതിന് വേണ്ടിയിട്ട് പോർക്ക് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ബാവ് ബണ്ണിൻ്റെ അകത്ത് വയ്ക്കാനുള്ള പോർക്ക്. സോ അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്: മാരിനേഷന് ആവശ്യമായ സോയ് സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഗുഡ് ക്വാളിറ്റി സോയ് സോസ്, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗോചുചാങ് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഓഫ് അണിയൻ പൗഡർ, 1/2 ടീസ്പൂൺ ഓഫ് ഗാർലിക് പൗഡർ, കുറച്ച് ലെമൺ ജ്യൂസ്. Give it a good mix. ഫ്ലേവർ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലൊരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്തേ. ഈ മിക്സിലേക്ക് നമ്മുടെ പോർക്ക് ചോപ്സ് ആഡ് ചെയ്യാം. പോർക്ക് ബെല്ലി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് ഫാറ്റ് അത്ര വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ പോർക്ക് ചോപ്സ് ഉപയോഗിക്കുന്നത്. സോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യാൻ ആവശ്യം. ഇനി നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. സോ നമ്മുടെ ബാവ് ബണ്ണിനുള്ള പോർക്ക് വെന്ത് ഞാനിങ്ങനെ നമുക്കിപ്പോൾ പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇത് വെച്ച് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുമേ. ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡെസേർട്ടായിട്ട് ഞാൻ കുറച്ച് പനക്കോട്ട വിത്ത് മിക്സഡ് ബെറി ആണ് ചെയ്യുന്നത്. അതിനുള്ള ബെറി കോമ്പോട്ടാണ് സൈഡിൽ കുക്കാവുന്നത്. നമ്മുടെ ഈ ഡിന്നർ മെനുവിലുള്ള അടുത്ത കോംബോ ഡിഷ് പിടി ആൻഡ് ചിക്കൻ കറിയാണ്. സോ നമ്മുടെ പോർക്ക് റിബ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, നല്ല കാരമലൈസ്ഡ് ആയിട്ട് നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ ഈ ചൂടത്ത് തന്നെ വെക്കുവാണേ. സെർവ് ചെയ്യാൻ നേരത്തെ എടുക്കുന്നുള്ളൂ. സോ നല്ല സോഫ്റ്റായിട്ടാണ് കുക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. സോ പോർക്ക് റിബ്സിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കണം. ഈ സാലഡ് ലീവ്സ് ഇടുകയാണ്. കുറച്ച് ചെറിയ ടൊമാറ്റോസ് കട്ട് ചെയ്തിടാം. അതിലേക്ക് ഞാനൊരു ആപ്പിൾ കൂടെ കട്ട് ചെയ്തിട്ടേ. ഒരു അവക്കാഡോ കൂടെ നമ്മൾ ഇടുവാണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പിറ്റ സീഡ്സ്, അതുപോലെ കുറച്ച് സൺഫ്ലവർ സീഡ്സ്. ഇതിന് വേണ്ടി ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കാം. ഒരു ബോട്ടിലേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുകയാണ്. ഫ്യൂ ഡ്രോപ്സ് ഓഫ് പൊമാഗ്രനേറ്റ് മൊളാസസ്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. സോ എപ്പോഴും 1 part of citrus and 3 parts of oil. അതാണ് ഒരു സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ കണക്ക് കേട്ടോ. എനി സിട്രസ് അത് 1 part ആണെങ്കിൽ ഇപ്പം നമുക്ക് ലെമൺ ജ്യൂസ് എടുക്കാം,
എന്തെങ്കിലും വിനീഗർ, ഏതെങ്കിലും ടൈപ്സ് ഓഫ് വിനീഗർ എടുക്കാം. സോ എന്തായാലും ഏത് സിട്രസ് ആണെങ്കിലും അതിലേക്ക് 3 parts ഓഫ് ഓയിൽ, അതാണ് അതിൻ്റെ കണക്ക്. സോ ഒരു 1/2 teaspoon പെപ്പർ പൗഡർ, സോൾട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ നമ്മുടെ ഓയിലും ലെമൺ ജ്യൂസും നല്ലതായിട്ട് എമൽസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, സാലഡ് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ ബാവ് ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബണ്ണാണ് ഇത്. ഞാൻ കോസ്കോയിൽ നിന്ന് മേടിച്ചാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇതിനകത്ത് 2 പാക്കറ്റാണ് വരുന്നത്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്യാം. രണ്ട് സ്റ്റീമറിലായിട്ടുണ്ടാവേ. റിബ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ട്രൈയിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം. റിബ്സ് റെഡിയാണ്. ഇങ്ങനെ ഒറ്റ ഇതായിട്ട് മേടിക്കുന്ന അല്ലേ? യെസ്. ഫോൾ ഓഫ് ഫ്രം ദ ബോൺ. സോ നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയതേ. സാലഡ് റെഡിയാണ്, നമ്മുടെ പിടി ആൻഡ് ചിക്കൻ കറി റെഡിയാണ്, നമ്മുടെ ബാവ് ബണ്ണിനുള്ള കോൾസ്ലോ, അതുപോലെ പുൾ പോർക്ക്, ഇത് പോർക്ക് റിബ്സ്, ഇത് ബാവ് ബൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ പോർക്ക് റിബ്സ് കഴിച്ചു നോക്കുകയാണ്. നല്ല ജ്യൂസി ആൻഡ് സക്കുലൻ്റ് ആണ്. ബാവ് ബൺ കഴിക്കാൻ പോവാണേ. നമുക്ക് ആദ്യം തന്നെ ഇത് കോൾസ്ലോ നിറയ്ക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പുൾ പോർക്ക്. കഴിക്കുവാണേ. നന്നായിട്ടുണ്ട്, നല്ല കോമ്പിനേഷനാണ്. ഇതേ നമ്മുടെ പിടിയും കോഴിയും അതും കഴിച്ചു നോക്കുവാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നല്ലതായിട്ടുണ്ടേ. നമ്മുടെ ഡെസേർട്ടാണ് പനക്കോട്ട വിത്ത് മിക്സഡ് ബെറി ആണേ. അടിപൊളിയാണ്. സോ പനക്കോട്ട ട്രൈ ചെയ്യുവാണേ. നല്ല ക്രീമി ടെക്സ്ചറാണ്. പിന്നെ നമ്മുടെ മിക്സഡ് ബെറിയുടെ ആ സാർനെസ്സും പനക്കോട്ടയുടെ സ്വീറ്റ്നെസ്സോടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും നന്നായിട്ടുണ്ട്. Thank you for tuning in. Please support and subscribe.